Hey guys, welcome to my channel. ഇന്ന് നമ്മൾ ക്രിസ്മസ് ട്രീ മേടിക്കാൻ പോവുകയാണ്. അന്ന് പഴയ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ട്രീയുടെ ഇന്ന് ടാക്സ് ഇല്ല എന്ന് മേടിക്കുവാണെങ്കിൽ. സോ ഞങ്ങളെല്ലാവരും ഇന്ന് ക്രിസ്മസ് ട്രീ മേടിക്കുക. അതിൻ്റെ കൂടെ മൊമോയുടെ ബർത്ത്ഡേ വരുവാണ് 19th. സോ ഞങ്ങൾ മൊമോയ്ക്ക് വേണ്ടി കുറച്ച് ഡെക്കറേഷൻസ് ഐറ്റംസും അവനൊരു ക്ലോത്തും കൂടെ മേടിക്കാൻ പോവുകയാണ്. സോ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുക ആൻഡ് സപ്പോർട്ട് us guys. Bye. അങ്ങനെ മോമോ ഇവിടെ ഭയങ്കര ബഹളമാണ്, പോകുന്നതിന് മുന്നേ ഭയങ്കര കളിയാണ്. മോമോ ബാ. അങ്ങനെ ഞങ്ങൾ പാർട്ടി സിറ്റിയിലെത്തി. പാർട്ടി സിറ്റിയിൽ നിന്ന് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് മേടിക്കാമെന്ന് വിചാരിച്ചു, ബർത്ത്ഡേ ഡെക്കറേഷൻ ഐറ്റംസ്. അവിടെ സാധാരണ എക്സ്പെൻസീവാണ് ഐറ്റംസൊക്കെ, ബട്ട് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ പോയി. ഞങ്ങൾ കയറി ചെന്ന സെക്ഷൻ ഫുള്ള് ക്രിസ്മസിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിരുന്നു. സോ ഞങ്ങൾ എവിടെയാണ് ബർത്ത്ഡേയുടെ ഐറ്റംസ് കിട്ടുന്നതെന്ന് നോക്കി നടക്കുക. അങ്ങനെ നോക്കിയപ്പം ഹാപ്പി ബർത്ത്ഡേയുടെ ബാനർ കണ്ടു. ബാനറിന് അറൗണ്ട് $14 സംതിങ് ആയിരുന്നു. സോ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് വേണ്ട, നമുക്ക് ഡോളറാമയിൽ നിന്ന് മേടിക്കാം. ഡോളറാമ ഹാസ് ഇറ്റ് ഫോർ $3. സോ ഐ തോട്ട് നോ, നമുക്ക് അഫോർഡബിലിറ്റി നോക്കണമല്ലോ. അങ്ങനെ ധ്രുവ കുറേ ക്യാൻഡീസ് അവിടുന്ന് പെറുക്കി, കുറേ വെറൈറ്റീസ് ഓഫ് ക്യാൻഡീസ് കണ്ടു. അങ്ങനെ അവിടുന്ന് അത് മേടിച്ചു. ആൻഡ് ഞങ്ങൾ ബലൂണിൻ്റെ ഓർഡർ കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി. മോമോ മോമോ എന്നെ എടുക്കുവാ? മോമോ എന്നെ എടുക്കുവാ? മോമോ ചിരിച്ചേ. മോമോ ചിരിച്ച് കാണിച്ചോ? മോളിൽ ഭയങ്കര തിരക്കായിരുന്നു. ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി ആൾക്കാർ ഭയങ്കരമായിരുന്നു. പോരാത്തതിന് ഇന്ന് സാറ്റർഡേയും കൂടെ ആയിരുന്നു, 14th December. ദാറ്റ്സ് വെൻ ദ ഗവൺമെൻറ് ഹാസ് അനൗൺസ്ഡ് ദർ ഇസ് നോ ടാക്സ് ഓൺ സെവറൽ ഐറ്റംസ്. സോ അങ്ങനെ അത് കാരണം ഭയങ്കരമായിട്ട് ആൾക്കാരുടെ തിരക്ക് കൂടിയായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് ഹഡ്സൺസ് ബേയിൽ കയറി. ഹഡ്സൺസ് ബേയിൽ ഞങ്ങൾക്ക് മൊമയ്ക്ക് ഒരു ഷൂസ് മേടിക്കാനുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഷൂസ് മേടിച്ചു. ക്യൂട്ടായിട്ടുള്ള ബ്ലൂ ഷൂസായിരുന്നു ഇത്. ഞങ്ങൾ മേടിച്ചു. ഷൂസ് എന്തിയെ? ഷൂസ് എന്തിയെ? ഷൂസ് മാർപ്പാപ്പ ഞങ്ങളങ്ങനെ ഹഡ്സൺസ് ബേയിലെത്തി. ഹഡ്സൺസ് ബേയിൽ ക്രിസ്മസ് ട്രീ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എത്ര റേറ്റാണ്? വാൾമാർട്ടിലും ഉണ്ട്. സോ ഹഡ്സൺസ് ബേയിൽ എങ്ങനെയാണെന്ന് നോക്കി കമ്പയർ ചെയ്ത് ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു വൈറ്റ് ക്രിസ്മസ് ട്രീ മേടിക്കാനാണ് നോക്കുന്നത്. സോ ദീസ് ആർ ദ വൺസ്. $299. Oh my god.
സോ ഗൈസ് ഇതിന് എല്ലാത്തിൻ്റെയും പ്രൈസ് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി. 199, 699, അതിൻ്റെ 60% ഓഫ് എന്ന് പറഞ്ഞാലും ഒരു $400 അടുത്തെങ്കിലും വരുമായിരിക്കും. എനിക്ക് വയ്യ. സോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഇവിടുന്ന് ഞങ്ങൾ എന്തായാലും മേടിക്കുന്നില്ല ക്രിസ്മസ് ട്രീ. ഇത് ഭയങ്കര ഹഡ്സൺസ് ബേ പൊതുവേ ഭയങ്കര വിലയുള്ളതാണ്. ബട്ട് ഇത്രയും ക്രിസ്മസ് ട്രീക്ക് ഇത്രയും ഈ സെയിം സാധനം നമുക്ക് വാൾമാർട്ടിലൊക്കെ $100, $150 കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഹഡ്സൺസ് ബേയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ മോളിൽ ഒന്ന് ചുറ്റിക്കറങ്ങുമായിരുന്നു. നോക്കിയപ്പോൾ ഇവിടെ നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ക്രിസ്മസിൻ്റെ എന്തോ ഡെക്കറേഷനാണ്, സാന്റാസ് വില്ലേജ്, ലെറ്റർ എഴുതുന്ന എന്തോ സ്ഥലം പിള്ളേർക്ക് വേണ്ടി. സോ അങ്ങനെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കറങ്ങി ഡോളറാമയിലോട്ട് കയറി. ഡോളറാമയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ മോമോയുടെ ബർത്ത്ഡേക്ക് വേണ്ടി കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് മേടിച്ചത്. ബർത്ത്ഡേ ബാനറും പിന്നെ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ക്രിസ്മസ് ട്രീയുടെ താഴെ വെക്കാൻ വേണ്ടിയാണ്. അത് എന്ന് ചെയ്യുമെന്നറിയില്ല, അത് മേടിച്ചതേ ഉള്ളൂ. പിന്നെ ഇതൊരു ഹാറ്റ് ആൻഡ് ബർത്ത്ഡേ ബോയുടെ ബ്രോഷ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ചെറിയ ബലൂൺസ് മേടിച്ചു. ഇറ്റ് വാസ് ഓൺലി $2 something, $2 to $50 something. So we bought it from there. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ബർത്ത്ഡേ ബോയ് ബോഷ്, പിന്നെ 1 നമ്പർ കേക്ക് ടോപ്പർ ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പം വെക്കാനുള്ള ഒരു കേർട്ടൻ പോലത്തെ സാധനം. പിന്നെ ഇത് ബാനർ, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്ന ബാനർ, വിച്ച് വാസ് $14 something in Party City, and it was only something around $4 or $3. And this birthday hat. So ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു പർച്ചേസ് ഡോളറാമേന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോമോ കുറച്ച് ബഹളം വെക്കാൻ തുടങ്ങി. സോ അത് കാരണം അവന് ഫുഡ് കൊടുത്തിട്ട് H&M കയറി ഈ കുഞ്ഞ് ഡങ്കറി മേടിച്ചു H&Mയിൽ നിന്ന് അവനിടാൻ വേണ്ടി. അങ്ങനെ ചേട്ടൻ ലൈനിൽ നിൽക്കുമായിരുന്നു ഡങ്കറിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ ആ സമയത്ത് മോമോയെ ജസ്റ്റ് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കണ്ണാടിയിൽ കാണിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയ ക്യൂ കണ്ടു ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള ആൾക്കാരുടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ മെക്ഡോണൾഡ്സിൽ കയറി. വാൾമാർട്ടിനകത്തുള്ള മെക്ഡോണൾഡ്സ് ഉണ്ട്, അവിടെ ഞങ്ങൾ 3 പുട്ടീൻ ഓർഡർ ചെയ്ത് ഞങ്ങൾ അതിൽ നിന്ന് കഴിച്ചു. മോമോ പിന്നെ ചെറുതായിട്ട് ബഹളം വെക്കാൻ തുടങ്ങിയോണ്ട് ഞങ്ങൾ പെട്ടെന്ന് വാൾമാർട്ടിൽ ഞങ്ങൾക്ക് 2 സാധനം മേടിക്കാനുണ്ടായിരുന്നു. വൺ ഈസ് കാർപ്പറ്റ് ആൻഡ് പിന്നെ മെയിനായിട്ടുള്ള ക്രിസ്മസ് ട്രീ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കാർപ്പറ്റും മേടിച്ച് ക്രിസ്മസ് ട്രീ മേടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കാർപ്പറ്റൊക്കെ വിരിച്ച് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ എവിടെ വെക്കണം എന്നുള്ള പ്ലാനായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ടി വിയുടെ സൈഡിൽ കോർണർ ഏരിയയിൽ ഞങ്ങൾ വെക്കാം. മോമോയെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് അറിയില്ല, ബട്ട് എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ആ ഏരിയ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് പിന്നെ മാറ്റും. ഞാനങ്ങനെ മോമോയെ ഓർക്കാൻ പോയി. ആ സമയത്ത് ധ്രുവയും ഏട്ടനും കൂടെ ക്രിസ്മസ് ട്രീ സെറ്റപ്പ് ചെയ്യുമായിരുന്നു. ധ്രുവയ്ക്ക് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പുള്ളിക്കാട്ടി ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്.
ഞങ്ങൾ ആദ്യമായിട്ട് ക്രിസ്മസ് ട്രീ വെക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ടെക്നീക്കൊന്നും അറിയത്തില്ലായിരുന്നു. സോ ആദ്യമേ ഫസ്റ്റ് ജസ്റ്റ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഈ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ വിടർത്തണം എന്നൊന്നും ഞങ്ങൾക്ക് അത്രയ്ക്കും ബോധമില്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലൈറ്റപ്പ് ചെയ്തപ്പോൾ മനസ്സിലായി അതിൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഗ്യാപ്പാണ്. ദെൻ വി ഫിഗർഡ് ഇറ്റ് ഔട്ട് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഓപ്പൺഡ് അപ്പ്. അങ്ങനെ ബ്രാഞ്ചസ് എല്ലാം പെയ്യെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. അങ്ങനെ മോമോനെ ഉറക്കിയിട്ട് ഞാനും കൂടെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു. ആൻഡ് ഓർണമെൻറ്റ്സ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. എവിടെയൊക്കെ വെക്കണമെന്ന് ചേട്ടൻ താഴെ ഇരുന്ന് ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യുമായിരുന്നു. ആൻഡ് ഹുക്കൊക്കെ ഇട്ട് തരുമായിരുന്നു ഓർണമെൻറ്റ്സിനകത്ത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തു. അതിൻ്റെ മേളിലൊരു സ്റ്റാറുണ്ട്. ആ സ്റ്റാർ ലൈറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊരു എക്സ്റ്റൻഷൻ കോഡ് വേണമായിരുന്നു. ഞങ്ങളുടെ ടി വി സ്റ്റാൻഡിനകത്ത് തന്നെ പ്ലഗ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് വയർ എക്സ്ട്രാ വേണ്ടി വരും. സോ ഞങ്ങൾ വിചാരിച്ചു അത് നാളെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്യാവുന്ന. അങ്ങനെ എല്ലാം സെറ്റാക്കി. ഓൺലി ദ റിമൈനിങ് പാർട്ട് ഈസ് ദാറ്റ് സ്റ്റാർ ദാറ്റ് നീഡഡ് ടു ബി ലിറ്റ്. ആൻഡ് കുറച്ച് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഗിഫ്റ്റ്സ് താഴെ വെക്കണമായിരുന്നു. മമ്മയുടെ ബർത്ത്ഡേയുടെ ദിവസമായിരിക്കും മിക്കവാറും ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ച് റാപ്പ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് സോ ഗോർജിയസ്. ഐ ഗെസ് ഞങ്ങളുടെ റൂമിൻ്റെ ഇൻറ്റീരിയറിന് വേണ്ടി വൈറ്റ് ക്രിസ്മസ് ട്രീ ആയിരുന്നു ബെസ്റ്റ്. സോ ഞങ്ങൾ ഗ്രീൻ മേടിക്കണ്ടെന്ന് വിചാരിച്ചു. കമൻറ്റ് ബിലോ ഹൗ ഇറ്റ് ലുക്സ് ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ കണ്ടിട്ട്? മോമോ ഇതുവരെയും ക്രിസ്മസ് ട്രീ കണ്ടിട്ടില്ല. സോ നാളെ മോർണിംഗ് മോമോ കാണുമായിരിക്കും. ഇപ്പോൾ 12 മണി, ഓൾമോസ്റ്റ് 12 മണി എന്തോ ആയിട്ടുണ്ട്. സോ നാളെ മോമോ വെളുപ്പിനെ എഴുന്നേറ്റ് ക്രിസ്മസ് ട്രീ കാണുന്ന ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ആൻഡ് പ്ലീസ് ഇഗ്നോർ ദ ഫിൽറ്റർ ഓൺ ദ നെക്സ്റ്റ് സീൻ ഗൈസ്. സോ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സോ ബാക്ക് സൈഡിൽ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ റെഡിയാണ്. മോമോയ്ക്ക് അറിയത്തില്ല ഇതുവരെയും ക്രിസ്മസ് ട്രീ ഞങ്ങൾ വെച്ചിട്ടുള്ള കണ്ടിട്ടില്ല. മോമോ കിടന്നുറങ്ങി. ധ്രുവ ഇപ്പം രാത്രി 12 മണിയായിട്ടുണ്ട്, എന്നിട്ടും കൂടെ ഇരിപ്പുണ്ട്. ഉറങ്ങാൻ പറഞ്ഞിട്ടും ഉറങ്ങിയിട്ടില്ല. പുള്ളിക്കാരത്തിയാണ് ഡെക്കറേറ്റ് ചെയ്തത് പകുതി. പിന്നെ ഇനിയും ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. മോമോയുടെ ബർത്ത്ഡേ ആണ് 19th. ഞങ്ങൾ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. ഞങ്ങൾ 4 പേരും ഞങ്ങളുടെ ബ്രദറും. ഇന്നത്തെ ഷോപ്പിംഗ് ആയിരുന്നു ക്രിസ്മസ് ട്രീയിൽ. ഞങ്ങൾ കുറേ ഹഡ്സൺസ് ബേയിലും കുറേ കടയിൽ ഹോം ഡിപ്പോയിലൊക്കെ കയറി ഇറങ്ങി. ഞങ്ങൾക്ക് അങ്ങനെ ഗ്രീൻ മേടിക്കണമെന്ന് അത്രയ്ക്കും താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് വൈറ്റ് ക്രിസ്മസ് ട്രീ ആയിരുന്നു വേണ്ടത്. വൈറ്റ് വിത്ത് ദ സ്നോ ഓർ പ്യോർ വൈറ്റ് ലൈക്ക് ദിസ്. ഞങ്ങൾക്ക് ഫൈനലി ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ വാൾമാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അവിടുന്ന് തന്നെ ഓർണമെൻറ്റ്സ്, എനിക്ക് കൂടുതൽ ഓർണമെൻറ്റ്സ് ഇട്ടിങ്ങനെ ഒത്തിരി ഡെക്കറേറ്റ് ചെയ്യുന്നതും ഇഷ്ടമല്ല. സോ ജസ്റ്റ് മിനിമലി ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തേ ഉള്ളൂ. അതിനകത്ത് കോൺട്രാസ്റ്റിംഗ് പിങ്കിഷ്, ലൈറ്റ് പിങ്കിഷ് ആൻഡ് സിൽവറിഷ് കളറാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. പിന്നെ ധ്രുവ കൊണ്ടുവന്ന് ധ്രുവയുടെ ടോയ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് റാപ്പ് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ്. ഞങ്ങൾ അങ്ങനെ ക്രിസ്മസ് ട്രീ ഒന്നും വെച്ചിട്ടില്ല. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ബിക്കോസ് ധ്രുവ ഈസ് ഹിയർ. ഷീ സ്പെൻഡ് ഓൾ ഹെർ ലൈഫ്, ഐ മീൻ നോട്ട് ഓൾ ഹെർ ലൈഫ്, ഷീ സ്പെൻഡ് 7 years ഓഫ് ഹെർ ലൈഫ് ഇൻ ഇന്ത്യ. അങ്ങനെ അവളുടെ സന്തോഷത്തിനും നമ്മുടെ ഹാപ്പിനെസ്സും. സോ ഞങ്ങൾക്കൊരു വലിയ സംഭവമാണ് ക്രിസ്മസ് ട്രീ ബിക്കോസ് വി നെവർ ഹാഡ് എ ക്രിസ്മസ് ട്രീ ബാക്ക് home in India, in our home. So every Christmas we used to celebrate it with our friends. So അങ്ങനെ 12:10 അപ്പോൾ ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോവാണ്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണാം. ബൈ. ധ്രുവയാണ് ആ ഫിൽറ്റർ ഇട്ടത്. സോ ഇഗ്നോർ ദാറ്റ് ഫിൽറ്റർ ഗൈസ്.
മമ്മ ഇത് കണ്ടോ? എന്താ അത്? ആ പറിക്കല്ലേ, ഉപ്പൊപ്പി ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഇവർ രണ്ടുപേരും മോർണിംഗിൽ കുറേ നേരം ക്രിസ്മസ് ട്രീയുടെ ചുറ്റുപറ്റി നടന്നു. മോമോ ഭയങ്കര നോട്ടമായിരുന്നു. പുള്ളി അതിനകത്ത് നോക്കി നോക്കി എന്തൊക്കെയോ എക്സ്പ്രഷൻസ് തരുന്നുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് അസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ സ്റ്റാറിന് ലിറ്റായി.